തമിഴ് യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ പറയുന്നതും ഞാൻ കേട്ടു. நம்ம ஊருக்குள்ள வீடை வச்சு வீடுக்குள்ள ஃப்ரிட்ஜை வச்சிருப்போம். ஆனா ஒரு ஊரே ஃப்ரிட்ஜுக்குள்ள வச்சிருக்கிறது பாத்தீங்களா? அதான் ബംഗളൂരു. അത് കൊള്ളായിരുന്നു. അയാളുടെ ആ ഒരു വാചകം കലക്കി. ഇന്റർനെറ്റിലും ന്യൂസിലും ഒക്കെ സ്കാൻഡിനേവിയൻ അല്ലെങ്കിൽ ലണ്ടൻ ലൈക്ക് വെതർ എന്ന് വിശേഷിക്കപ്പെട്ട ദിവസങ്ങളാണ് 29th and 30th of November 2025 in ബംഗളൂരു. അതൊക്കെ പോട്ടെ, ഈ പറഞ്ഞ ബംഗളൂരു തന്നെയാണ് ഇത്. ഈ ജംഗ്ഷൻ ഏതാന്ന് ആർക്കെങ്കിലൊക്കെ പിടികിട്ടിയോ? ഞാൻ പറയുന്നതിന് മുൻപേ മനസ്സിലായതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. സോ ലെറ്റ് മീ ടെൽ ഇറ്റ് നൗ. ദിസ് ഇസ് ഹെണ്ണൂരു in Bengaluru. To be even more precise and specific, this is Kottanur. ഉടുപ്പി ജംഗ്ഷനും കഴിഞ്ഞ് ഒരു ഇച്ചിരി റൈറ്റിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ നേരെ ഇതിന്റെ മേളിലേക്ക് കയറി പോയിട്ടുണ്ടെങ്കിൽ ഡെക്കത്ലോൺ, ബിഗ് ബ്രൂസ്കി, ദ ഏഷ്യാസ് ബിഗസ്റ്റ് പബ് എന്ന് വിശേഷിക്കപ്പെടുന്ന വോയ, അതൊക്കെ ഇതുവഴിയാണ് നമ്മൾ അങ്ങോട്ട് കയറി പോകുന്നത്. ഒരു കിലോമീറ്റർ ഒന്നും ഇല്ല കേട്ടോ, അതൊന്നും ഇവിടെ നിർത്താൻ ഒരു ഫ്യൂ മീറ്റേഴ്സേ ഉള്ളൂ. So that's this junction on the very 30th November, described as the London-like weather. ഇത് നട്ടുച്ചയാട്ടോ. കണ്ടാ പറയൂലേ, നല്ലോണം തന്നെ ഇരുട്ടി. ഉള്ളിൽ നിന്ന് എല്ലുകൾ പോലും അങ്ങോട്ട് കിടകിട വിറച്ചു പോയ ദിവസങ്ങളാണത്. അത് ഓർത്ത് ഞാൻ ഇന്ന് അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് രാവിലെ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ വീണ്ടും ഒന്ന് ഇരുട്ടി. ദൈവമേ, ഒരുപാടൊന്നും തണുപ്പ് സഹിക്കാൻ പറ്റാത്ത എനിക്ക് അന്നത്തെ ദിവസം ഓർമ്മ വന്നു. അയ്യോ, ദാ ഞാൻ ജനാല തുറന്ന് കാണിച്ചു തരാം. തണുപ്പായതുകൊണ്ട് ഈ ജനാല കുറേയൊക്കെ ഞാൻ അടച്ചാ വെച്ചിട്ടുള്ളേ. പക്ഷേ ജനാല തുറക്കുമ്പോൾ പുറത്തേക്ക് ഇച്ചിരി വെട്ടം കാണാനുണ്ട്. ഓക്കെ, ഇതാ വാ, ഈ ഒരു ഗ്ലാസ് ചൂടുവെള്ളമായിട്ട് നമുക്ക് ബാൽക്കണി പോവാം. അവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം വ്യൂ. ഇതാ, പക്ഷേ മേലെത്തിപ്പോഴത്തേനും ആ ഒരു ചെറിയ ഇരുണ്ടലൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറിയിട്ടോ. പിന്നെ ഉച്ചക്കായപ്പോ വീണ്ടും കുറേശ്ശൊക്കെ വെയിലങ്ങോട്ട് തെളിഞ്ഞു തുടങ്ങി. അപ്പം എടുത്തതാണ് ഇത്. പക്ഷേ വൈകിട്ടായപ്പോ വീണ്ടും സ്വഭാവം മാറി. അല്ല സോറി, സ്വഭാവമല്ല, നിറം മാറി. ഇപ്പൊ കണ്ടോ, 5 മണിയായിട്ടേ ഉള്ളൂ, വീണ്ടും നല്ലവണ്ണം തന്നെ ഇരുന്നു. അപ്പോ ബംഗളൂരു കാലാവസ്ഥ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും അന്നത്തെ ആ കാലാവസ്ഥ ഇനി വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദിസ് ഇസ് ഗോഡ്സി ഫ്രം ഗോഡ്സീസ് വേർഷൻ മലയാളം. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.